വോട്ട് ബാങ്ക് രാഷ്ട്രീയങ്ങളടക്കം മതമൊക്കെ ഇതിൻ്റെ ഇടയിൽ വന്നതുകൊണ്ടാണ് ഇതിൽ നിന്ന് പലപ്പോഴായി പിന്തിരിയേണ്ടി വരുന്നത്. ഇത് സർക്കാർ മുന്നിട്ടിറങ്ങി ഇതിലൊരു കൃത്യമായ അവബോധം ജനങ്ങൾക്കിടയിൽ ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരു ശാസ്ത്ര സാഹിത്യ പരിഷത്തോ ഒരു യുക്തിവാദി സംഘടനകളോ അവരാണ് ഇതിനു മുൻപ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ക്യാമ്പയിനുകളും ഒരു അവബോധ പ്രവർത്തനങ്ങളും ഒക്കെയായി നടന്നത്. കൃത്യമായ ഒരു അവബോധം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി നല്ലതേതാണ്, വിശ്വാസം ഏതാണ്, അന്ധവിശ്വാസം ഏതാണ് എന്നുള്ള രീതിയിൽ കൃത്യമായ ഒരു അവബോധം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള വിപത്തിനെതിരെ നമുക്ക് തീർച്ചയായും അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. കുഞ്ഞുങ്ങൾ ഇനി വളർന്നു വരുന്ന തലമുറയെങ്കിലും അത്തരത്തിൽ ഉള്ള ഈ ചൂഷണം, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തരം ചൂഷണമാണ്. കൊലപാതകത്തിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു, പക്ഷേ ലൈംഗിക അതിക്രമമൊക്കെ വളരെ കൂടുതൽ ഇതിൽ നടക്കുന്നുണ്ട്. ഒപ്പം സാമ്പത്തിക ക്രമക്കേട് വളരെ കൂടുതലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തരത്തിലും ഇത്തരത്തിൽ ഈ മന്ത്രവാദം ചെയ്യുന്നവരോ അല്ലെങ്കിൽ നമ്മളെ ഈ ആഭിചാര ക്രിയകൾ ചെയ്യുന്നവരോ ഒന്നും സൗജന്യമായി ഒന്നും ചെയ്യുന്നില്ല. ധാരാളം പണം നമ്മുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിട്ടാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്, അവർ ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഇതുവഴി നമുക്കൊരു നന്മയും കിട്ടാനില്ല. ഒരാളെ നശിപ്പിച്ചത് കൊണ്ട് എങ്ങനെയാണ് നന്മ കിട്ടുക എന്നുള്ള ആ ഒരു സ്വാഭാവികമായ ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്.